പൊതുബജറ്റിൽ സംസ്ഥാനത്തിന് അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിന്റെ വിഹിതം വൻതോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. 24,000 കോടി കേരളത്തിന് ലഭിക്കണം. മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റുകൾ നൽകാനും കേന്ദ്രം തയ്യാറാകണമെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങളോട് ഒരു നല്ല ന്യായമായ പരിഗണന കാണിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഏകപക്ഷീയമായ കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഘടകകക്ഷികളുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. നമുക്ക് ന്യായമായി കിട്ടേണ്ട സൗകര്യങ്ങൾ വേണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് വലിയ തോതിൽ പണം വെട്ടിക്കുറച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ കേരളം നേരിടുന്ന ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് തന്നെ ഈ നമുക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന തരത്തിൽ നമുക്ക് നൽകേണ്ട നികുതി തരാത്തതാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വെട്ടിക്കുറച്ച ചില പണമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം 24,000 കോടി ഒരു പാക്കേജായിട്ട് തരണം. ഒരു ഭാഗമേ ഉള്ളൂ 24,000 കോടി. പിന്നെ ആകെ നമുക്ക് സ്വാഭാവികമായും കിട്ടേണ്ട മറ്റ് ചില ഗ്രാൻറ്റുകൾ നമുക്ക് തരണം. ഇപ്പോൾ 3,300-500 കോടിയോളം രൂപ നമ്മളിവിടെ ചിലവാക്കി കഴിഞ്ഞത് തരാനുണ്ട്. NHM മറ്റ് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ കൊടുത്ത് തരാനുണ്ട്. അവർ തരേണ്ട പദ്ധതി CSSൽ സെൻട്രൽ സ്പോൺസേഡ് സ്കീംസ് തരേണ്ട പരിപാടി തരാനുണ്ട്. ഇതുകൂടാതെ വിഴിഞ്ഞ പദ്ധതിക്ക് നമ്മളൊരു പ്രത്യേക പാക്കേജ് ചോദിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലെ ആകെയുള്ള വലിയൊരു പോർട്ടാണ്. നമ്മളതിൻ്റെ 8,500 കോടി ചിലവാകുന്നതിൽ 5,500 കോടി സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ടാണ് ആ പോർട്ട് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും മുന്നോട്ട് പോകും. പക്ഷേ മറ്റു വികസനം വരാനുള്ള പണം വേണം. എയിംസ് അനുവദിക്കണം. എത്രയോ കാലമായിട്ടുള്ള ആവശ്യമാണ്. 3ാം റെയിൽവേ പാളം, അതുപോലെ റെയിൽവേ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേരളം മെമ്മോറാണ്ടത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഇന്ത്യയിൽ ഉള്ള സ്ഥിതി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രം തയ്യാറാകണം. അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.